ഒരു കള്ളന് ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് പോകുമ്പോൾ അവന് പോലും അറിയാതെ അവന്റെ ആത്മാവ് ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയുടെ ബോഡിയിലേക്ക് കയറുന്നു. ആ ലേഡിയുടെ ആത്മാവ് ഇതേ സമയം ആ കള്ളന്റെ ബോഡിയിലേക്ക് കയറും. ഇത് കണ്ട് ഷോക്കായി പോയി നിൽക്കുമ്പോഴേക്കും ആ കള്ളന് പോലീസുകാർ വന്ന് പിടികൂടുന്നു. ഇപ്പോ ആ ലേഡിയുടെ ബോഡിയിലുള്ള കള്ളന് ബാങ്കിൽ നിന്നും മോഷ്ടിച്ച പണം എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പോകുമ്പോഴേക്കും അങ്ങോട്ട് ഒരു പോലീസുകാരൻ വന്ന് അവരെ പിടികൂടുന്നു. അപ്പൊ അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ആ കള്ളന്റെ ആത്മാവ് ആ പോലീസിന്റെ ബോഡിയിലേക്ക് കയറും. ഇവൻ ആരുടെ കണ്ണിലേക്ക് നോക്കിയാലും ആ ബോഡിയിലേക്ക് ഈ ആത്മാവിന് കയറാനായിട്ട് കഴിയും. ഇത് കണ്ടുപിടിച്ച ഈ പോലീസ് ഓഫീസർ അവനെ എങ്ങനെ ബോഡി മാറി രക്ഷപ്പെട്ടാലും അവസാനം അവനെ കണ്ടുപിടിക്കുന്നു. പക്ഷേ അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ അവന് പോലീസ് ഓഫീസറിന്റെ കണ്ണിലേക്ക് നോക്കുകയും അയാളുടെ ബോഡിയിലേക്ക് ആ കള്ളന്റെ ആത്മാവ് മാറുകയും ചെയ്യുന്നു. ഉടനെ പോലീസ് ഓഫീസർ തോക്കെടുത്ത് ചൂണ്ടിക്കൊണ്ട് ആ കള്ളനോട് വീണ്ടും അവന്റെ ബോഡിയിലേക്ക് വരാനായിട്ട് പറയും. ഇതേ സമയം അങ്ങോട്ട് വന്ന പോലീസുകാരെ നോക്കുമ്പോൾ ഈ കള്ളന് പോലീസിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് കണ്ട് ഉടനെ അവര് ആ കള്ളനെ വെടിവെച്ച് കൊല്ലുന്നു. പക്ഷേ മരിച്ചു പോയത് ശരിക്കും ആ പോലീസ് ഓഫീസറാണ്. ഇപ്പൊ ഈ കള്ളന്റെ ആത്മാവിനെ തിരിച്ചു കയറാനായിട്ട് ഒരു ബോഡി ഇല്ലാതിരിക്കുന്ന സമയം നടന്ന കാര്യങ്ങളെല്ലാം തന്റെ വൈഫിനോട് പറയാമെന്ന് വിചാരിച്ച് അയാൾ വീട്ടിലേക്ക് പോകുന്നു. എന്ന കള്ളന്റെ ഭാര്യ ആ പോലീസ് ഓഫീസറിനെ കണ്ടതും ഉടനെ അയാളെ കയറി കിസ് ചെയ്യും. വൈഫിനും പോലീസ് ഓഫീസറിനും തമ്മിൽ അഫെയർ ഉണ്ടെന്ന് അപ്പോഴാണ് ആ കള്ളന് മനസ്സിലായത്.